നമസ്കാരം, ഇത് IBN മലയാളം. BPL മൊബൈലിന്റെ അമരത്തിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഇനി കേരള BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. വ്യവസായ ലോകത്ത് തിളങ്ങിയ ടെക്നോക്രാറ്റിന് രാഷ്ട്രീയം എത്ര കണ്ട് വഴങ്ങുമെന്ന് വരും നാളുകൾ തെളിയിക്കും. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ മുന്നിലുള്ള വലിയ കടമ്പ. വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ശേഷം രാഷ്ട്രീയ പ്രവേശനം, BPLൽ തുടങ്ങിയ വ്യവസായ ജീവിതം. BJPയിലെത്തിയപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രിയപ്പെട്ടവനായി. 2006 കർണാടകയിൽ നിന്ന് സ്വതന്ത്രനായി രാജ്യസഭാ പ്രവേശനം. ആദ്യ മത്സരത്തിൽ എതിരാളി എഴുത്തുകാരൻ UR അനന്തമൂർത്തി. കോൺഗ്രസും BJPയും ഒത്തുചേർന്ന് അന്ന് രാജീവിനെ പിന്തുണച്ചു. BJPയിൽ മോദിയുഗം ആരംഭിച്ചതിനു ശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ തലയെടുപ്പുള്ള രാഷ്ട്രീയ നേതാവായി മാറുന്നത്. 2021 രണ്ടാം മോദി സർക്കാർ പുനഃസംഘടനയിൽ IT സഹമന്ത്രിയായി. ജനനം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ. അമേരിക്കയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം. വ്യവസായ ലോകം പടുത്തുയർത്തിയത് കർണാടകയിൽ. പിന്നീട് കന്നഡ മണ്ണിൽ നിന്ന് കേരളം ലക്ഷ്യം വെച്ചുള്ള യാത്ര. പാലക്കാട്ടെ കുടുംബവേരുകൾ അതിന് സഹായകമായി. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് BJP സ്ഥാനാർത്ഥി. വാശിയേറിയ മത്സരത്തിനൊടുവിൽ ശശി തരൂരിനോട് അടിയറവ് പറയേണ്ടി വന്നു. പക്ഷേ തരൂരിന് ഇതിലും നല്ലൊരു എതിരാളി സ്വപ്നങ്ങളിൽ മാത്രം. മൂന്നാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ദിനത്തിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നുവെന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ സാമൂഹ്യ മാധ്യമ പ്രതികരണം വലിയ ചർച്ചയായി. പിണക്കം മറന്ന് പാർട്ടിയോട് വീണ്ടും അടുത്തു. ഇടപെട്ടതാകട്ടെ കേന്ദ്ര നേതൃത്വം. കളമശ്ശേരി സ്ഫോടനത്തെ തുടർന്ന് നടത്തിയ വർഗീയ പരാമർശം കനത്ത വിമർശനങ്ങൾക്ക് വഴിവെച്ചു. BJPയുടെ സംഘപരിവാർ ബന്ധമില്ലാത്ത ആദ്യ പ്രസിഡന്റ് ആവുകയാണ് രാജീവ് ചന്ദ്രശേഖർ. കേരള BJPയിലെ പിണക്കങ്ങളിൽ പുതിയ സമവാക്യങ്ങൾ രചിച്ചാണ് പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ കടന്നുവരവ്. മാധ്യമ മേഖലയിലും വ്യവസായ മേഖലയിലും ബന്ധങ്ങൾ കെട്ടിപ്പടുത്ത രാജീവ് ചന്ദ്രശേഖർ കേരള BJPയെ നയിക്കാനിറങ്ങുമ്പോൾ എന്തു മാറ്റമാണ് കേന്ദ്ര നേതൃത്വം ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തം. പുതിയ മുഖം, പുതിയ രീതികൾ. കേരള BJPയിലെ കരുത്തുള്ള ഒരു അധ്യക്ഷനായി മാറട്ടെ. നിയുക്ത സംസ്ഥാന അധ്യക്ഷന് IBN മലയാളത്തിന്റെ അഭിനന്ദനങ്ങൾ. റിസർച്ച് ഡെസ്ക് IBN മലയാളം.